നമസ്തേ. മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ന്യൂനപക്ഷ മോർച്ച ദേശീയ ഉപാധ്യക്ഷനും കോഴിക്കോട് സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ എം അബ്ദുൽ സലാമാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. സർ, മറുപടിയിലേക്ക് സ്വാഗതം. മലപ്പുറം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. ആ അനുഭവത്തിൽ നിന്ന് തുടങ്ങാം. മലപ്പുറം സ്ഥാനാർത്ഥിയായി എന്നെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം ഞാൻ 2/3 എൻ്റെ ഓർമ്മ. 2/3 അനൗൺസ് ചെയ്ത സമയത്ത് ടെലിവിഷനിൽ കൂടി മാത്രമാണ് ഞാൻ അറിയുന്നത്. ടെലിവിഷനിൽ ഞാൻ കാണുമായിരുന്നു. എൻ്റെ മലപ്പുറം ഡോക്ടർ അബ്ദുൽ സലാം എന്ന് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പം അതിനു മുമ്പൊക്കെ എന്നോട് ചോദിക്കുമ്പം ഈ പാർലമെൻ്ററി ആസ്പിറേഷൻസ് എനിക്കില്ല എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാര്യം ഒന്ന് ഹെൽത്ത്, രണ്ടാമത് എനിക്ക് പാർലമെൻ്ററി ടാലൻസ് കുറവാണ്. ഒരു കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റിൻ്റെ കഴിവുകൾ കുറവാണ്. ഇലക്ഷനിൽ പോയി മത്സരിക്കാനുള്ള എബിലിറ്റി ഒക്കെ കുറവാണെന്ന് ഞാൻ അസസ് ചെയ്യുന്നതാണ്. അത്രയും സ്ട്രെസ്സും ടോയിൽ ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൊണ്ടും പിന്നെ ഞാൻ വന്ന വഴി വേറെ ഒന്നായതുകൊണ്ടും ഒക്കെ എനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മുമ്പൊക്കെ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. ഇതിൽ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ അവസാനം ഞെർക്ക് വീണത് എനിക്കാണ്. അത് ഞാൻ പിന്നീട് മനസ്സിലാക്കി. ഈ ഓരോ മണ്ഡലത്തിലും ഒരുപാട് സർവേ നടത്തുമായിരുന്നു. സർവേക്ക് ഒരു പാരാമീറ്റർ വിന്നബിലിറ്റി തന്നെയാണ്. പിന്നെ എഡ്യൂക്കേഷൻ നോക്കാറുണ്ട്. മോഡിജിയുടെ പാരാമീറ്റർ എഡ്യൂക്കേഷൻ നോക്കാറുണ്ട്, ക്യാരക്ടർ നോക്കാറുണ്ട്, എബിലിറ്റി ടു ഡിസ്ചാർജ് സർവീസ് നോക്കാറുണ്ട്. ഇങ്ങനെ 5-6 പാരാമീറ്റേഴ്സ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് വെച്ചിട്ട് ഇവിടെയൊക്കെ സർവേ നടത്തി ഇവിടെ നമ്മുടെ ലോക്കൽ ആൾക്കാരുടെ അസസ്മെൻറ്റ് ഇതെല്ലാം കഴിഞ്ഞ് ഡൽഹിയിൽ പല സ്റ്റെപ്പ് കഴിഞ്ഞ് പ്രൈം മിനിസ്റ്റർ ഒരു കമ്മിറ്റി ഉണ്ട്, അവിടെ പോയി ആണ് ആളിനെ സെലക്ട് ചെയ്യണത്. 2-3 പേരുടെ ഷോർട്ട് ലിസ്റ്റ് പോയി സെലക്ട് ചെയ്തതാണ്. അങ്ങനെയാണ് എന്നെ തിരഞ്ഞെടുത്തത്. പിന്നെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിൽ നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ നേരെ മലപ്പുറത്തേക്ക് പോയിട്ട് അവിടെ നമ്മുടെ ടീമിന് അവിടെ ഏതാണ്ട് 4%, 5% വോട്ടേ എല്ലാ പ്രാവശ്യവും കിട്ടാറുള്ളൂ. ഒരു ലാസ്റ്റ് ഫീലിംഗ് ആണ്. ഇവിടെ ഏതായാലും രക്ഷപ്പെടില്ല, പിന്നെ പേരിന് വേണ്ടി നമുക്കൊന്ന് മത്സരിക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു മൊത്തത്തിൽ. എന്നാലും ഞാൻ ചെന്നതിന് ശേഷം അവരൊക്കെ ഒന്ന് നമ്മൾ എനർജൈസ് ചെയ്ത് വണ്ടി ഗിയറപ്പ് ചെയ്ത് ആക്സിലറേറ്റ് ഇട്ട് തുടങ്ങി. മാക്സിമം 7 മണ്ഡലം ഉണ്ടായിരുന്നു. 7 മണ്ഡലത്തിലുള്ള അവൈലബിൾ ആൾക്കാർ വർക്ക് ചെയ്തു. 1200ഓളം ബൂത്തുകളുണ്ടായിരുന്നു. അതിൽ 400-500 ബൂത്തുകളെ ആക്റ്റീവ് ഉള്ളൂ, ബാക്കിയൊക്കെ 0 ആണ്. പിന്നെ മലപ്പുറത്തിൻ്റെ കാലാവസ്ഥ, ഡെമോഗ്രഫി നോക്കിയാൽ മലപ്പുറം ജില്ലയ്ക്ക് 41 ലക്ഷം ജനം, അതിൽ 70% മുസ്ലിങ്ങൾ. അത് കഴിഞ്ഞാൽ വോട്ടേഴ്സ് എടുത്തപ്പോൾ 14.8 ലക്ഷം വോട്ടേഴ്സ്, അതിൽ 10 ലക്ഷം മുസ്ലിം വോട്ട്. കഴിഞ്ഞ 18 MP അവിടെ നിന്ന് പോയതിൽ 17 പേരും മുസ്ലിം ലീഗ് MP. അതിന് മുസ്ലിം ലീഗിൻ്റെ ഒരു കോട്ടയാണ്, ആർക്കും കയറാൻ പറ്റാത്തതാണ്. പലരും എന്നെ അഭിനന്ദിച്ച് എങ്ങനെയെന്ന് പറയാം, നിങ്ങളെങ്ങനെ ഈ ധൈര്യം കാണിച്ച് ഈ കോട്ടയിൽ ഇടിച്ചു കയറാൻ, നിങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാവില്ലേ അതുണ്ടോ എന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു CPM മാത്രമേ ഉണ്ടായി, ആരാണോ എന്നറിയാം, നിങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയല്ലേ എന്നൊക്കെ എന്നോട് സുഹൃത്തുക്കളൊക്കെ പറയുന്നത്. ഞാൻ പറയും 4 കൊല്ലം ആ ഭീഷണി ഇവിടെ ഞാൻ വൈസ് ചാൻസലറായി നേരിട്ടതാണ്. ആൾക്കാർക്ക് എന്നെ അറിയാവുന്നതുമാണ്. ഞാനെങ്ങനെയോ പണ്ടൊക്കെ ആസ് VC ഞാൻ ഒരു റീസണബിളായിട്ട് പെർഫോം ചെയ്തതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിവിടെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് തന്നെ 2.6 ലക്ഷം കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കുറേ പേര് എന്നെ വോട്ട് ചെയ്താൽ ഞാൻ രക്ഷപ്പെടുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് നല്ല അനുഭവമുണ്ട്, തിക്തമായ അനുഭവം ഒരുപാടുണ്ട്. തിക്തമായ അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ ചിലർ കൈ കൊടുത്തു കഴിഞ്ഞാൽ കൈ വിളിച്ച് പോകും, നിങ്ങൾക്ക് ക്ഷമിക്കാനില്ല എന്ന് പറയും. ചിലർ പറയും നിങ്ങൾക്ക് ഞാൻ വോട്ട് ചെയ്യത്തില്ല എന്ന് പറയും. ചിലർ പറയും നിങ്ങൾ ഹിന്ദുക്കളോട് ചേർന്ന് ഞങ്ങളെ മുസ്ലിങ്ങളെ ദ്രോഹിക്കുന്നവരാന്ന് പറയും. എനിക്കതിൽ ഏറ്റവും വേദന കൂടിയത് പെരുന്നാളിന് ഞാൻ അവിടെ ഒരു മാദിൻ എന്നൊരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ നിസ്കരിക്കാൻ പോയി. ഒരു അനുഭവമാണ്. നിസ്കരിക്കാൻ പോയി, രാവിലെ പോയി, നിസ്കാരം കഴിഞ്ഞ് വെളിയിറങ്ങി വന്നപ്പോഴത്തേക്ക് 2 ചാനലുകാരുണ്ടായിരുന്നു. അവരുടെ 2 വൈറ്റാക്ക് കൊടുത്തു. വെളിയിറങ്ങി വന്നപ്പോൾ ഓരോരുത്തരോട് ഈദ് മുബാറക്ക് നേരുന്നു. അപ്പോൾ ഞാൻ ഓരോരുത്തരും ഷേക്ക് ഹാൻഡ് ചെയ്ത് 1, 2 കഴിഞ്ഞാൽ 3 ബാക്കിൽ നിന്ന് ഒരാൾ ചാടി മുന്നിൽ വന്നു. ഒരു തൊപ്പി പോലെ ഒരു മുണ്ട കെട്ടിയിട്ടുള്ള ഒരു വെള്ള കെട്ടൊരു മനുഷ്യൻ, പ്രായമുണ്ട്. നിങ്ങൾ
ഹിന്ദുക്കളോട് ചേർന്ന് നിന്ന് മുസ്ലിങ്ങളെ കൊല്ലാൻ നടക്കുന്ന ആളല്ലേ, നിങ്ങൾ കടന്നു പോകുന്നു പറഞ്ഞു. ഞാൻ തരിച്ചുപോയി, വല്ലാതായിപ്പോയി. ആദ്യമായിട്ട് ആ പള്ളിയിൽ തന്നെ പല പ്രാവശ്യം ഞാൻ ചീഫ് ഗസ്റ്റായിട്ട് പോയിട്ടുള്ള കാര്യം. അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, പല പ്രോഗ്രാമിനും ഞാൻ അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർക്ക് എന്നോട് ഒരു ചെറിയ അളവിലെങ്കിലും എന്തെങ്കിലും ഒരു സ്നേഹമൊക്കെ ഉള്ളതാണ്. എന്നെ നിരാശപ്പെടുത്തിയത് അതിനകത്ത് പള്ളിയിലുള്ള ആൾക്കാരോ ഈ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടവരോ ആ ജില്ലയിലെ മറ്റേതെങ്കിലും മുസ്ലിങ്ങളോ അതിനെതിരെ പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. ഞാനൊരു മുസ്ലിമാണ്, ഇവരെ പോലെ തന്നെ അന്തസ്സായി ജീവിക്കുന്ന ഒരു മുസ്ലിമാണ്. അവിടെ പെരുന്നാളിന് പോയതാണ്, നിസ്കരിച്ചിട്ട് വന്നതാണ്. BJP എന്നൊരു പാർട്ടിയുടെ മെമ്പറെന്നോ കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ ഇത്രയും വലിയ അയിത്തം എനിക്ക് ഏൽപ്പിക്കാവോ? അത്രയും വേണോ? അതെനിക്ക് വലിയ വേദന ഉണ്ടാക്കിയില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന അതാണ്. ആരും അപ്പോളജി പറഞ്ഞില്ല. ആരും അപ്പോളജി പറഞ്ഞില്ല, അത് തെറ്റായിപ്പോയെന്നെങ്കിലും പറഞ്ഞില്ല. അത് വേദന ഉണ്ടാക്കി. ശരിക്കും മനസ്സ് മടിച്ചുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം എതിർപ്പുണ്ടെന്നറിയാം. എന്നാൽ നന്മയുള്ളവരും ചിരിയുള്ളവരും ഉണ്ട്, സ്നേഹമുള്ളവരുണ്ട്. എന്നിൽ നിന്നും ഞാൻ അവിടെ തന്നെ ഏതാണ്ട് 89 കോളേജസ് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട് മലപ്പുറത്ത് തന്നെ. എൻ്റെ 4 കൊല്ലം ഏതാണ്ട് 146 കോളേജ് കൊടുത്തതിൽ 89 കോളേജ് ഞാൻ മലപ്പുറത്താണ് കൊടുത്തേക്കുന്നത്. എന്നിൽ നിന്നും ഡയറക്റ്റായിട്ട് ഇൻഡയറക്റ്റായിട്ട് എന്തെങ്കിലും ഇൻട്രാക്ഷൻ ബെനിഫിറ്റ് എന്ന് ഞാൻ പറയുന്നില്ല, സേവനം ലഭിക്കാത്ത ആൾക്കാർ വളരെ കുറവാണ്. പൊതുവിൽ മുസ്ലിം സ്ത്രീകളുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? മുസ്ലിം സ്ത്രീകളൊക്കെ മുത്തലാഖ് വിഷയം ഭയങ്കര സ്നേഹവും ബഹുമാനവുമാണ് മോദിജിയോട്. മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നപ്പോൾ അവരുടെ കോൺഫിഡൻസ് ലെവല്, സെൽഫ് റെസ്പെക്റ്റ്, സുരക്ഷിതത്വം അതൊക്കെ വല്ലാതെ മാറിയില്ലേ? അതുകൊണ്ട് അവർക്ക് മുസ്ലിം സ്ത്രീകൾക്ക് ഒരിക്കൽ ഞാൻ അവിടെ ചെന്നപ്പം എന്നോട് അവിടുത്തെ ഒരു ലോക്കൽ ലീഡർ പറഞ്ഞു, സാറേ ഒരു മുസ്ലിം സ്ത്രീക്ക് BJP ചേരണം. അപ്പോൾ ഞാൻ പറയും അത് കൊള്ളാമല്ലോ, സാറ് വന്ന് മാലയിട്ട് സ്വീകരിക്കണം. ഞാൻ പറയും വരാമെന്ന് പറഞ്ഞു. ചെന്നു, കണ്ടു, ചിരിച്ചു, ഇത് കൊടുത്തു, പിന്നെ ഷാൾ ഇടിയിച്ചു, സ്വീകരിച്ചു. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, അടുത്ത് എന്ന് ചോദിച്ചു, നിങ്ങൾ സാധാരണ മുസ്ലിങ്ങൾ തന്നെ തൊട്ടുകൂടാന്ന് പറയുന്ന കാലത്ത് നിങ്ങളൊരമ്മ, നിങ്ങൾ എങ്ങനെ മുസ്ലിം സ്ത്രീ എങ്ങനെ BJPയിലേക്ക് വരാൻ തീരുമാനിച്ചെന്ന് ചോദിച്ചു. പെട്ടെന്ന് അവരുടെ റിയാക്ഷൻ, സാറേ ഞാൻ 40 വയസ്സുള്ള ഒരു ഉമ്മയാണ്, എനിക്ക് 20 വയസ്സുള്ള ഒരു മകളുണ്ട്. മോഡിജി മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നുകൊണ്ട് എനിക്ക് നല്ല ഷുറാണ്, തീർച്ചയാണ് എൻ്റെ മോള് രക്ഷപ്പെടുമെന്നുള്ളത്. അവൾ മുത്തലാഖിൻ്റെ ഇത് കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളത് മോഡിജിക്ക് മാത്രമേ അത് കഴിയൂ. അതാണ് ഐക്യദാർഢ്യം ആണ്, അതാണ് ഒരു റീസൺ എന്ന് പറയുന്നത്. ഒരെണ്ണം കൂടെ ഉണ്ട് സാറേ. അത് പറഞ്ഞു, സാറേ എൻ്റെ കുറച്ച് വസ്തുക്കളേ ഉള്ളൂ, സ്വത്തുക്കളേ ഉള്ളൂ, അത് എനിക്ക് എൻ്റെ മക്കൾക്ക് തന്നെ നേരിട്ട് പോകണമെന്നാണ്. അല്ലാതെ ഈ ശരിയ ലോ പറയുന്നതിനൊക്കെ മറ്റു പലർക്കും പോകാൻ എനിക്ക് താല്പര്യമില്ല. അതിന് യൂണിഫോം സിവിൽ കോഡ് വേണം. അത് കൊണ്ടുവരാൻ ധൈര്യമുള്ള ഒരു പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിലുള്ളൂ, അത് മോഡിജി തന്നെയാണ്. ആ മോഡിജി വരണം ഇതിന് പറയാം. അങ്ങനെ അപ്പുറത്ത് ഭർത്താവ് തയ്ക്കുന്നു, സാറേ എനിക്ക് 10-60 വയസ്സായി, പിന്നെ 10 കൊല്ലത്തിന് മുമ്പിലത്തെ കാലവും 10 കൊല്ലത്തെ മോഡിജിയുടെ കാലവും ഒന്ന് നോക്കൂ. എവിടെയെങ്കിലും ഒരു 10 പൈസേരെ കറപ്ഷൻ ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? അവരെല്ലാവരും ഭൂതക്കണ്ണാടി വെച്ച് നടക്കുന്നുണ്ടല്ലോ, നടത്തില്ലല്ലോ. കറപ്ഷൻ ഫ്രീ ആണ്, നമുക്ക് എല്ലാവർക്കും ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ഹിന്ദു നേതാവെന്ന് പറഞ്ഞിട്ട് മറ്റെത്ര ഹിന്ദു നേതാവ് ഉണ്ടായിരുന്നു, അവരെക്കാളൊക്കെ മിടുക്കനല്ലേ, അതിനേക്കാൾ ഉഗ്ര ഗവേണൻസ് അല്ലേ. അതുകൊണ്ട് ഞങ്ങളങ്ങനെ തീരുമാനിച്ചു, ആരെതിർത്താലും ഞങ്ങൾ ഇവർക്ക് കൊടുക്കുള്ളൂ എന്ന് തീരുമാനിച്ച മുസ്ലിം കുടുംബങ്ങളും അതുപോലെ ധാരാളം മുസ്ലിം കുടുംബങ്ങളും ഉണ്ടെന്നുള്ളത് വ്യക്തമായി. അതായത് പിന്നെ ഞാൻ ഒരു 700 പേഴ്സണലായിട്ട് ചില വീടുകൾ സന്ദർശിക്കാൻ സമയമുണ്ടായി. അവരൊക്കെ ഞങ്ങളുടെ കൂട്ടാളികളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ വീട്ടിൽ വരുന്നില്ല? ഞാൻ 16 കൊല്ലം ഇവിടെ താമസിക്കുന്നു, എന്തുകൊണ്ട് ഞങ്ങളെ വന്ന് വോട്ട് ചോദിക്കുന്നില്ല? അത് ഒരു സെറ്റ്. ഇനി വരണം, ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഇരിക്കാൻ പറയും, ആഹാരം തരും, കുടിക്കാൻ തരും, അവരിനിയും വരണമെന്ന് പറയും. ആദ്യം അസ്സലാമു അലൈക്കും പറയും. വേറെ സ്ഥലത്ത് നിന്നപ്പോൾ ഞാൻ ഇല്ലായിരുന്നു, ഒരു ഉമ്മ എഴുന്നേറ്റ് വന്ന് ഇതെല്ലാം കേട്ടിട്ട് പറഞ്ഞെന്ന്, വൈസ് ചാൻസലറല്ലേ, ഞാൻ അങ്ങേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് കൈയെടുത്തിട്ട് അല്ലാഹുവേ അദ്ദേഹത്തിനെ ജയിപ്പിക്കണമെന്ന് അവർ പ്രാർത്ഥിച്ചു എന്ന് പോയ ആൾ വന്ന് എന്നോട് പറഞ്ഞതാണ്. ഇങ്ങനെ നല്ല സുന്ദരമായ അനുഭവമുണ്ട്, തിക്തമായ ഒരുപാട് അനുഭവമുണ്ട്. കഥക് കൊട്ടിയടച്ചവരുണ്ട്, കഥ കൊട്ടിയടച്ച ഒരുപാട് പേരുണ്ട്. അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് അടുക്കാൻ ഒക്കത്തില്ല.
നമ്മുടെ സ്ട്രാറ്റജി ഒന്ന് മാറ്റിപ്പിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ സമൂഹം, വിദ്യാഭ്യാസമുള്ളവരെല്ലാം മോഡിജിയോട് ചേർന്ന് നിൽക്കാൻ താല്പര്യമുള്ളവരാണ്. പക്ഷേ ഈ മതത്തിൻ്റെ പേരിൽ ഇവർ ഈ നേതാക്കന്മാർ ഒന്ന് പൊളിറ്റിക്കൽ ലീഡേഴ്സ്, രണ്ട് റിലീജിയസ് ലീഡേഴ്സ് ഇവരെ പെർസിക്യൂട്ട് ചെയ്യുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഭീഷണിപ്പെടുത്തുകയോ പള്ളിയിൽ നിന്ന് കളയുകയോ അങ്ങനെ മതപരമായി അവരെ ഉപദ്രവിക്കുമോ എന്നുള്ള പേടിയുള്ള ഒരുപാട് എത്രയും പേരോട് പറയുന്നറിയോ, സാറേ വോട്ട് ചെയ്യണമെന്നുണ്ട്, പള്ളിയിൽ നിന്ന് തന്നെ പുറത്തായി കളയും എന്ന് പറഞ്ഞ് എത്രയും പേരുണ്ടെന്നറിയോ. അങ്ങനെ വേദനിക്കുന്ന ഒരുപാട് പേര് അവിടെ ഉണ്ട്. അവരോട് ചേർന്ന് നിന്നാൽ അവരെനിക്ക് വന്ന് പതുക്കെ ചേർന്ന് നിന്നാൽ മലപ്പുറം പിടിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടെ മലപ്പുറത്ത് നല്ല മനുഷ്യരുണ്ട്. അവരെ വഴിതിരിപ്പിക്കുന്ന ഞാൻ നേരത്തെ അവരുടെ ലീഡേഴ്സിൽ രാഷ്ട്രീയപരവും മതപരമായ ലീഡർഷിപ്പ് അവരെ വഴിതിരിച്ചു കൊണ്ടുപോകുന്നത് കൊണ്ട് മാത്രമാണ് മലപ്പുറം നമുക്ക് അന്യമായി പോകുന്നത്. സാറേ, PFIയുടെ നിരോധനത്തിൻ്റെ ഇമ്പാക്റ്റ് ഞാൻ PFIയിൽ പെട്ട ഒരാളോട് നേരിട്ട് സംസാരിക്കുകയും ചെയ്ത് അയാൾ എന്നോട് എന്ത് മാന്യമായിട്ടാണ് പെരുമാറിയെന്ന് പറയാം. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, PFIക്കാർ നേർവഴിക്ക് വരിക, മോഡിജിക്ക് ഒറ്റ ഫിലോസഫി ഉള്ളൂ, ടെറർ ഫ്രീ ഇന്ത്യ, പീസ്ഫുൾ ഇന്ത്യ, ഹാപ്പി ഇന്ത്യ, ഇൻക്ലൂസീവ് ഇന്ത്യ. അതാണ്. നിങ്ങളും നേർവഴിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോകാൻ നിങ്ങളാ നേരെ ഞാൻ പറഞ്ഞതാണ്, ഞാൻ കൊണ്ടുപോകാൻ നിങ്ങളെ നേതാക്കന്മാരുടെ അടുത്തേക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് ഞങ്ങളോട് ഇതായിരിക്കണം ഫിലോസഫി, ടെറർ ഫ്രീ ഇന്ത്യ, ഇൻക്ലൂസീവ് ഇന്ത്യ, ഹാപ്പി ഇന്ത്യ, ഇതായി പീസ്ഫുൾ ഇന്ത്യ, ഇതായിരിക്കണം നിങ്ങളുടെ ഫിലോസഫി എങ്കിൽ നിങ്ങളെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ ചിരിച്ചു. അദ്ദേഹം എനിക്ക് ഷേഖാൻ്റെ ഒക്കെ തന്നാ വിട്ടത്. അങ്ങനെയുള്ളവരുണ്ട് പലരും. എന്നെ പറയാം ഈ PDPക്കാരും PFIക്കാരും ഒക്കെ സാറിനെ പകവരുത്തി കളയുമെന്ന് പറഞ്ഞ് ഞാനത് ചെവി കേട്ടതുപോലെ വെച്ചില്ല. അങ്ങനെയാണെങ്കിൽ പോട്ടെന്ന് വിചാരിച്ചു. പടച്ച് നമ്മൾ അറിയാതെ സൃഷ്ടിച്ചു, അറിയാതെ എടുത്തിട്ട് പോകും. അല്ല, UP വലിയ തോതിൽ തിരിച്ചടി ഉണ്ടായി. എസ്പെഷ്യലി അവിടെ മുസ്ലിം വോട്ടുകളുടെ കൺസോൾട്ടേഷൻ, അതുപോലെ യാദവ് വോട്ടുകളുടെ കൺസോൾട്ടേഷൻ മാത്രമല്ല, വോട്ടർമാരെ പറഞ്ഞ് പേടിപ്പിച്ചു. വീണ്ടും അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ഭരണഘടന തിരുത്തി എഴുതും. പിന്നെ ജാതി സെൻസസ് അത് വലിയ ആയുധമാക്കി അല്ലേ. പല ടെക്നിക്ക് അവർ ഉപയോഗിച്ചു. അതിൻ്റെ ഫലമായിട്ട് കണക്കുകൾ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 14-ലും 19-ലുമൊക്കെ 8-9% മുസ്ലിം വോട്ട്സ് വന്ന NDAക്ക് ഇപ്പോൾ 2% താഴെയാണ്. ഒരു ഗ്രേറ്റ് ഡിപ്പ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ മുസ്ലിം ഹെയ്റ്റ് വ്യക്തമാണ്, ഹെയ്റ്റ് പൊളിറ്റിക്സ് വ്യക്തമാണ്. അത് അച്ചീവ് ചെയ്യുന്നതിന് ഇന്ത്യ മുന്നണി ഇൻക്ലൂഡിങ് ഇന്ത്യൻ മുസ്ലിം ലീഗ് ആ ടീമുകൾ മൊത്തം അവർ വളരെ സക്സസ്ഫുൾ ആയി എന്നുള്ളതൊരു വസ്തുതയാണ്. മറ്റ് പല ഫാക്ടേഴ്സും ഉണ്ട്. ഇലക്ഷൻ്റെ പിറ്റേ ദിവസം ഈ മുസ്ലിം സ്ത്രീകൾ തന്നെ ക്യൂ നിൽക്കുന്നതൊക്കെ വീഡിയോ പുറത്തു വന്നല്ലോ. ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത പണം തരുമെന്ന്. അത് ഇവരുടെ ഇന്ത്യ മുന്നണി അവര് പാക്കേജ് ഓഫ് പ്രാക്ടീസസ് ആയിരുന്നു അവരുടെ ഉദ്ദേശം. ഇല്ലേ പിന്നെ 1 ലക്ഷം രൂപ കൊടുക്കുമെന്നൊക്കെ പറയും. അതൊക്കെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരുടെ മേജർ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യതയും ഇല്ലേ അല്ലേ, തള്ളിക്കളയാൻ പറ്റുമോ ഒക്കെ എന്തെങ്കിലുമൊക്കെ വരും. അവർക്ക് ഒറ്റ അജണ്ടയുള്ളൂ, ഭരിക്കുന്നതിനപ്പുറം മോഡിയെ താഴെ ഇറക്കുക. നമ്പർ 1 അജണ്ട മോഡി താഴെ ഇറങ്ങുക. രണ്ടാമത് കമ്പീറ്റ് ചെയ്ത് 10 കൊല്ലത്തെ സ്റ്റാർവേഷൻ ഉണ്ടല്ലോ, പട്ടിണി. എന്തിനാണ് പട്ടിണി? ഫോർ വാട്ട്? പട്ടിണി ഫോർ റോബറി ഓഫ് പബ്ലിക് മണി. 10 കൊല്ലം അടച്ചു വെച്ചിട്ട് നടക്കാതെ പോയ കാര്യങ്ങളെല്ലാം എടുക്കുക. അത് ഈ പാവം മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. ഇവർ ആരാണ് മോഡി? അദ്ദേഹത്തിൻ്റെ വിഷൻ എന്താണ്? അദ്ദേഹത്തിൻ്റെ മിഷൻ എന്താണ്? അദ്ദേഹത്തിൻ്റെ ആക്ഷൻ എന്താണ് എന്നൊക്കെ അറിയുന്നില്ല. അവർക്കറിയാൻ പറ്റുന്നില്ല. നമ്മുടെ ഈ മുസ്ലിം ലീഗുകാർ എനിക്ക് നിങ്ങളിപ്പോൾ ഈ ഇതിൽ കൂടെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, മുസ്ലിം ലീഗുകാർ മനസ്സിലാക്കേണ്ടത് ചില റിയാലിറ്റീസ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. 145 കോടി ജനത്തിൽ ഏതാണ്ട് 20 കോടി മുസ്ലിങ്ങളാണ്. പറയാം 13 കോടിയോളം 12-13 കോടി വോട്ടൊക്കെ വരുമെന്നാണ് കണക്ക്. 116 ഹിന്ദുക്കളാണ്. 116 കോടി ഹിന്ദുക്കളാണ്. നമ്മൾ മറന്നു പോരുത്. ഒരു 3 കോടിയോളം ക്രിസ്ത്യാനിയാണ്. ഈ നമ്പറുകൾ നിങ്ങൾ മറക്കാനേ പാടില്ല. ഈ 116 കോടി ഹിന്ദുക്കളുള്ള ഹിന്ദുസ്ഥാൻ അതൊരു റിയാലിറ്റിയാണ്. ഇവർ പറയും ഹിന്ദു രാഷ്ട്രമാക്കണം. ആക്കിയാലും ഇല്ലെങ്കിൽ അത് ഹിന്ദു രാഷ്ട്രമാണെന്നുള്ള വസ്തുത നിങ്ങൾ മറക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ട് ഇസ്ലാമിക് ലാ കൊണ്ടുവരുന്നല്ല വന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ടാലും നമ്മൾ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ നമ്മുടെ പൂർവികർ എന്ന് പറയണമെങ്കിൽ നമ്മളെ ഈ ഇസ്ലാമിൽ പൂർവികർ ഇവിടെ വന്ന് കയറിയപ്പം
അവനവിടെ വീടും കൊടുത്ത് സ്ഥലവും കൊടുത്ത് പള്ളി പണിയാനും കൊടുത്ത് കല്യാണം കഴിക്കാൻ പെണ്ണിനെയും കൊടുത്ത് മതം മാറ്റത്തിന് നിന്ന് കൊടുത്ത് സർവ്വ സേവനവും കൊടുത്ത് ഫ്ലറിഷ് ചെയ്ത് ഒരു ഫെർട്ടൈൽ ഫീൽഡിൽ വീഴുന്നതൊക്കെ വളർന്ന് വലുതായി അവൻ്റെ അമ്പലങ്ങളും കയറി ആക്രമിച്ച് അതും കീഴിലാക്കി പ്രധാനപ്പെട്ട സാധനങ്ങളും കീഴിലാക്കി നമ്മളോട് നമുക്ക് ഒരു വലിയ കടപ്പാട് ഇന്ന് ഹിന്ദു സമൂഹത്തോട് നമ്മൾ അറിയുന്നില്ല. പല ഇസ്ലാമിക് ലീഡേഴ്സ് പോലും ഇത് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു നമുക്കൊരു കടബാധ്യത ഇവിടുത്തെ ഹിന്ദുക്കളോടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് നമ്മുടെ ഈ ഹിന്ദുക്കളുടെ വലിയ ലീഡറുണ്ടല്ലോ, നമ്മുടെ RSSൻ്റെ വലിയ ലീഡർ എപ്പോഴും പറയണത് ഇന്ത്യക്കകത്ത് ജനിച്ചവരെല്ലാം ഒരേ ഡി തന്നെയാണ്, എല്ലാവരും ബ്രദേഴ്സാണ്. ഇതൊക്കെ കേൾക്കണം നമ്മൾ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഹിന്ദു ലീഡറായിപ്പോയെന്നോ ഹിന്ദു മുന്നണിയായിപ്പോയെന്നോ പറഞ്ഞ് ഒരു വികാരം വരത്തില്ല. മനുഷ്യത്വത്തോടു കൂടി അവരോട് ഇടപെടാൻ തോന്നും. മൂന്നാമത് എനിക്ക് അവരോട് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, മൈനോറിറ്റീസ് എന്ന് പറഞ്ഞാൽ മെയിൻ മൈനോറിറ്റി മുസ്ലിം 20 കോടി, സെക്കൻഡ് മെയിൻ എന്ന് പറഞ്ഞാൽ 3.5 കോടിയുള്ള ക്രിസ്ത്യാനി. ഇവനെ കൂടെ ഒന്ന് കമ്പയർ ചെയ്യും. എങ്ങനെ ഇവർ ഇന്ത്യയുടെ നാഷണലിസവും ഒക്കെ പൊളിറ്റിക്സും ഒക്കെ മനസ്സിലാക്കി പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് വെച്ചുകൊണ്ട് അവരെങ്ങനെ പൊളിറ്റിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. നമ്മളെ കൂടെ മൈനോറിറ്റി എന്ന് പറഞ്ഞ് മാറി നിന്ന് ഇവരിത് തക്കത്തോടെ ഇൻ്റലിജൻ്റായിട്ട് അവർ NDA പൊളിറ്റിക്സ് മോഡി പൊളിറ്റിക്സിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. കാര്യം എന്ത്? അത്രയും നല്ല ഭരണമായതുകൊണ്ടാണ്, അല്ലാതെ പറയുന്നതല്ല. ലോകം കണ്ട ഏറ്റവും വലിയ മോഡൽ ഗവേണൻസ് ആണ് മോഡി മോഡൽ ഗവേണൻസ്. അതുപോലൊരു ഇൻക്ലൂഷൻ, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, അദ്ദേഹം പറയാവുന്ന വാക്കുകളുണ്ട്, സബ്കാ സാത്ത്. ഇറ്റ് വാസ് ടോട്ടലി സബ്കാ സാത്ത്. ആരെയാണ് മറ്റുള്ള ഒരു ഉദാഹരണം പറയട്ടെ. പിന്നെ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ മുന്നണി പറഞ്ഞ് ഏതെങ്കിലും വസ്തുതയുണ്ടോ, സത്യമുണ്ടോ? പൊളിറ്റിക്സിന് വേണ്ടി പറഞ്ഞ് കൂട്ടിയതല്ലാതെ നടക്കുന്ന കാര്യമോ സത്യമാണോ? ചാലഞ്ച് ചെയ്ത് ഞാൻ ചോദിക്കുന്നു, 10 കൊല്ലം ഏത് സിംഗിൾ മുസ്ലിമിനെയാണ്, അല്ലെങ്കിൽ ടെററിസ്റ്റ് അല്ലാതെ PFI പോലെ അല്ലാതെ ഏത് സിംഗിൾ മുസ്ലിമാണ് ഏതെങ്കിലും ഒരു രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്? ഇന്നലെ തന്നെ കുവൈറ്റ് നടന്നപ്പോഴത്തേക്ക് ഇത് ക്വിക്ക് ആക്ഷനാണ്. മോഡിജി ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞത് ഇത് കൊടുത്തെന്ന്, ഗൈഡൻസ് കൊടുത്തെന്ന്, വെള്ളിയാഴ്ച വീട്ടിൽ പോവാം, തിങ്കളാഴ്ച ഡൽഹി എത്തിക്കൊള്ളണം. ഭരണമാണ് മുഖ്യം, സർവീസാണ് മുഖ്യം. വെറുതെ ഇരിക്കുകയല്ല, സേവനം സേവനം സേവനം. ഈ 5 കൊല്ലം നോക്കി എനിക്ക് ആദ്യം പേടിയുണ്ടായിരുന്നു, ഈ ഒറ്റയ്ക്ക് മെജോറിറ്റി കിട്ടാതെ വന്നപ്പോഴത്തേക്ക്. ഇപ്പം എനിക്ക് ഒരു പേടിയില്ല. എനിക്ക് തോന്നുന്നു മോഡി 1 മോഡി 2-നെക്കാളും ബെറ്റർ ആയിരിക്കും മോഡി 3. അതെ, സംശയമൊന്നുമില്ല. അത് മാത്രമല്ല, മോഡി 3 വിൽ ബി 1ഉം 2ഉം ട്രെയിലറായിരുന്നു. ഇത് റിയൽ ഫിലിം ഷോ ആയിരിക്കും എന്നുള്ള സംശയമൊന്നുമില്ല. ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയോ, മോഡി 3 മാത്രമല്ല, ദർ വിൽ ബി മോഡി 4. മോഡിയല്ലേ ചിലപ്പോൾ ഒന്ന് മാറിയിരിക്കുമായിരിക്കും. 4, 5, 6 ഇതൊക്കെ എന്തിനായി പറയണമെന്നറിയാം. എൻ്റെ മുസ്ലിം സഹോദരന്മാർ മനസ്സിലാക്കണം, അവർ റിയാലിറ്റി മനസ്സിലാക്കണം. മോഡിജി ഒരിക്കലും ഒരു വിഭാഗത്തിൻ്റെ അല്ല, ഹിന്ദുവിൻ്റെ ആളല്ല. അദ്ദേഹം മനുഷ്യൻ്റെ ആളാണ്, നേഷൻ്റെ ആളാണ്. അദ്ദേഹത്തിൻ്റെ റിലീജിയൻ നേഷനാണ്. അതുകൊണ്ട് മനസ്സിലാക്കിയിട്ട് ക്രിസ്ത്യൻ സഹോദരന്മാരെ കണ്ടെങ്കിലും ഒന്ന് പഠിക്കണം. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആക്ഷേപം 72 അംഗ മന്ത്രിസഭയിൽ ഒരു മുസ്ലിം പ്രതിനിധി പോലും ഇല്ല എന്നുള്ളതാണ് അല്ലേ? മലപ്പുറത്ത് നിന്ന് ഡോക്ടർ M. അബ്ദുൽ സലാമിനെ ജയിപ്പിച്ച പോരായിരുന്നോ? മലപ്പുറത്തിന് ഒരു മന്ത്രിയെ കിട്ടില്ലായിരുന്നു അല്ലേ? അല്ല, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഒരു മുസ്ലിം മന്ത്രി വേണം എന്ന് ആവശ്യപ്പെടാനുള്ള അവകാശമില്ല. അവർ ദേവേർ പ്ലേയിങ് ഹേറ്റ് പൊളിറ്റിക്സ്, ഹോസ്റ്റിലിറ്റി പൊളിറ്റിക്സ്, അൺടച്ചബിലിറ്റി പൊളിറ്റിക്സ്. തൊടാൻ പാടില്ല എന്ന് പറയുന്ന ഇത്രയും ഹേറ്റ് കാണിച്ച ഒരു റിലിജ്യൻ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇസ്ലാം റിലിജിയൻ അല്ലാതെ വേറെ ഏതുണ്ട്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് എനിക്കൊരു ഉത്തരം പറയാനുള്ളത്, മോഡിജിയുടെ മന്ത്രിസഭയിൽ മുസ്ലിം വേണ്ട, മുസ്ലിം ഇല്ലാതെ മോഡിജി തന്നെ മുസ്ലിങ്ങളെ ടേക്ക് കെയർ ഓഫ്, സൂക്ഷിച്ചോളും കാത്തോളും. അതാണ് മോഡിജിയെ മനസ്സിലാക്കിയ ഞാൻ പറയുന്നു, മോഡി മിനിസ്ട്രി വിതൗട്ട് എ മുസ്ലിം മിനിസ്റ്റർ വിൽ ബി മച്ച് കേപ്പബിൾ, മച്ച് പവർഫുൾ, മച്ച് എഫിഷ്യൻറ്റ് ടു ടേക്ക് കെയർ ഓഫ് മുസ്ലിംസ് ദാൻ എനിബഡി എൽസ്. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു മന്ത്രിസഭയാണ് പോണെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് കുറച്ചുകൂടെ കിട്ടും. എന്തിനാ 1-2 റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് എന്താ കാര്യം? വെച്ചാലും വെച്ചില്ലെങ്കിലും മോഡി ഗവൺമെൻറ് വിൽ ടേക്ക് കെയർ ഓഫ് ഓൾ 145 crore ഇൻക്ലൂഡിങ് 20 crore മുസ്ലിം ഇൻ എ മച്ച് ബെറ്റർ വേ. എന്നാലും എനിക്ക് ഞാൻ അടുത്ത് ഇവിടെ മലപ്പുറത്ത് പോയിട്ട് അവസാന ദിവസം ഇങ്ങനെ ആലോചിച്ചു,
പടച്ചോനെ ആകെ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ആയിട്ട് വന്ന എന്നെ ഇങ്ങനെ വിട്ടു. ഐ വാസ് എ ലോൺ മുസ്ലിം കാൻഡിഡേറ്റ്. ആൾ ഇന്ത്യ ലെവലിൽ വേറെ ആരും ഇല്ലായിരുന്നു എന്നാണ് ഞാൻ പഠിച്ചാൽ മനസ്സിലാക്കിയത്. എന്നിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് 17,000 വോട്ട് കിട്ടിയത്. ഒരുപാട് പേര് എന്നെ വിളിച്ച് പറഞ്ഞൊക്കെ വോട്ട് കിട്ടി. ഞാൻ വിചാരിച്ചു അതിൽ കൂടുതൽ കിട്ടുമെന്നൊക്കെ വിചാരിച്ചു കിട്ടിയിട്ട്. എന്നിട്ട് അവസാനം ഞാൻ ആലോചിക്കുകയായിരുന്നു, നമുക്ക് ഒരു ഷോർട്ട് ഫാൾ വന്നില്ലേ, അതായത് പിന്നെ നമ്മുടെ NDAക്ക് നമ്പർ കുറഞ്ഞില്ലേ. നമ്പർ കുറഞ്ഞപ്പോഴത്തേക്ക് എന്നാലും നമുക്ക് ഭരിക്കാം. 293 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കൊള്ളാവുന്ന പിന്നെ പാർട്ടികളൊക്കെ ചേർത്താൽ ഗുണമുണ്ടല്ലോ. ഞാനപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയാണ്, ഇവിടുത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് NDAയുടെ അലൈ ആയിക്കഴിഞ്ഞാൽ, NDAയുടെ അലൈ ആയിക്കഴിഞ്ഞാൽ 2 MP കൂടുമെന്നുള്ളത് ഒന്ന്. 2 MP ഒരാൾക്ക് മിനിസ്റ്റർ ആയിക്കൂടെ? തീർച്ചയായും. അത് ആർക്കാ ഗുണം? പാവപ്പെട്ട മുസ്ലിമിനല്ലേ ഗുണം? നിങ്ങൾ മലപ്പുറത്തെ ഈ 41 ലക്ഷം ജനങ്ങളിൽ 30 ലക്ഷം മുസ്ലിങ്ങളാണ്. അവിടുത്തെ വലിയ ആശാന്മാരും വലിയ പൈസക്കാരും ഒക്കെ നേരെ ഡൽഹി പോയി ലീഡേഴ്സിനെ കണ്ട് കാര്യം നടത്തും. അവിടുത്തെ ഇസ്ലാമിക് ലീഡേഴ്സ് ഡൽഹി പോയിട്ട് അവരുടെ കാര്യങ്ങൾ നടത്തും. ഇതിൻ്റെ മധ്യത്ത് കിടക്കുന്ന കുറേ 40-45 ലക്ഷം ആൾക്കാരില്ലേ, സാധാരണ ജനക്കാരില്ലേ, മലപ്പുറത്തിൻ്റെ ഡെവലപ്മെൻ്റ് ഇല്ലേ, ഇത് നോക്കാൻ ആരുണ്ട്? അവരുടെ എന്നുമുള്ള പവർലെസ് MPs. പവർഫുൾ MP ആവണമെങ്കിൽ പാർട്ടിയോട് കൂടി ഭരിക്കുന്നതോട് ചേർന്ന് നിന്ന് ഒരു അലയൻസ് ഷെയറിന് അവർ തയ്യാറാകണം എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അല്ല, IUML ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്തെങ്കിലും NDAയുടെ ഭാഗമാവുമോ? അങ്ങനെ ഒരു മാറ്റം പരിവർത്തനം ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? എൻ്റെ വിശ്വാസം ഞാൻ പറയാം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 5 കൊല്ലം വെറുതെ ഇരുന്ന് 10 കൊല്ലം കഴിഞ്ഞു, 15 കൊല്ലം കഴിഞ്ഞു. ഇനി അവരിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ 20 കൊല്ലം 25 കൊല്ലം ദേ ആർ ഗോയിങ് ടു ബി പെർമനൻ്റ്ലി ഔട്ട്. വരുന്ന ചെറുപ്പക്കാരെ സമ്മതിക്കൂ. അല്ല, കുഞ്ഞാലിക്കുട്ടിയൊക്കെ ലോക്സഭയിലേക്ക് മത്സരിച്ചത് മന്ത്രിയാവുന്നുള്ള പ്രതീക്ഷയിലായിരുന്നല്ലോ അല്ലേ? പിന്നെ തിരിച്ചിങ്ങോട്ട് വരേണ്ടി വന്നതല്ലേ? അല്ല, ഞാൻ ഈ പറഞ്ഞു വരണത് ഈ പുതു ജനറേഷൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി വേറെ രസം നിങ്ങൾക്കറിയോ, ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങൾ ഇപ്പം പറഞ്ഞു കഴിഞ്ഞ് നമ്മളെ ആൾക്കാർ ചെയ്യുന്ന വേണ്ടാദിനങ്ങളും ഉണ്ട്. നിങ്ങളൊന്നും ഇങ്ങോട്ട് വരണ്ട, ജോലിയില്ല, അവിടെ ജോലി അഡ്വർടൈസ്മെൻറ്റ് എഴുതി എക്സെപ്റ്റ് മുസ്ലിംസ്. പണ്ടേരാണ്ട് ബോംബെയിൽ എക്സെപ്റ്റ് മുസ്ലിംസ്. ഈ എക്സെപ്റ്റ് മുസ്ലിം കൾച്ചർ എല്ലാ രാജ്യങ്ങളും എഴുതി വെച്ച കഷ്ടപ്പെടുന്ന ആര്? നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ ഒക്കത്തില്ല, ജോലിക്ക് പോകാൻ പറ്റത്തില്ല. നമ്മുടെ ഇസ്ലാമിക് പൊളിറ്റിക്കൽ ലീഡേഴ്സ്, ഇസ്ലാമിക് റിലീജിയസ് ലീഡേഴ്സ് ഇതൊന്ന് മനസ്സിലാക്കണം. അവർ നമ്മളെല്ലാം പ്രായം പെട്ടെന്നങ്ങ് പോകും, ബാക്കിയുള്ളവരും പോകും. നമുക്കിവിടെ കുറേ കുട്ടികളുണ്ട്. നമ്മുടെ ജില്ലയും നമ്മുടെ റീജിയനും ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ കുട്ടികൾ വരണം. അവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആലോചിക്കണം, മതം എല്ലാവരും വേണം, പക്ഷേ അത് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ആയിരിക്കണം. ഞാൻ എൻ്റെ മതം വിശ്വസിക്കുക, അടുത്തുള്ള മതക്കാരനെ കൂടെ ജീവിക്കുക, അവനെയും ബഹുമാനിക്കുക, പരസ്പരം ബഹുമാനിക്കുക. അതിലേക്ക് നമ്മൾ മാറണം. എന്നും നിങ്ങൾ ഈ ക്ലച്ചസിൽ കിടന്ന് നിങ്ങൾ സൂയിസൈഡ് ചെയ്യരുത് എന്ന് എനിക്ക് ഇതിനകത്തുള്ള യുവാക്കളോടൊരു ഉപദേശം എന്നല്ല, ഒരു ജസ്റ്റ് റിമാർക്ക്. എന്തായാലും 85,000-ൽ പരം വോട്ട് അല്ലേ ഈ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും നേടാൻ സാധിച്ചു താങ്കൾക്ക്. വലിയ അച്ചീവ്മെൻ്റ് ആണ്. മാത്രമല്ല 2019-ൽ NDA സ്ഥാനാർത്ഥിയായിരുന്ന AP അബ്ദുള്ളക്കുട്ടി പിടിച്ചതിനേക്കാൾ 17,000-ൽ പരം വോട്ടുകൾ കൂടുതൽ പിടിച്ചു അല്ലേ? അതിലെന്തായാലും അഭിമാനിക്കാം. എന്തായാലും മലപ്പുറം പോസിറ്റീവായി ചിന്തിക്കുന്നു, അതിൻ്റെ ചില സൂചനകളല്ലേ? മലപ്പുറം പോസിറ്റീവായി ചിന്തിക്കുന്നു. എനിക്ക് സത്യത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കിയതാണ് കേട്ടോ ലീഡേഴ്സ് എന്നൊക്കെ. ഒരു പക്ഷേ ഇവരെന്നെ ഒരു മാർക്കെങ്കിലും കൂട്ടി MP ആക്കിയെന്ന് വിചാരിച്ചു, ഒന്നെങ്കിലും കൂട്ടി. തീർച്ചയായും അവിടെ ഒരു മിനിസ്റ്റർ ഉണ്ടാവും. അതായിരുന്നു മോഡിജിയുടെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ മൈനോറിറ്റീസിനെ ചേർത്ത് പിടിക്കുക, അവരെ മാക്സിമം വളർത്തുക. അപ്പം മൈനോറിറ്റി പോക്കറ്റായ മലപ്പുറത്ത് അവിടത്തേക്ക് പറ്റിയൊരു കാൻഡിഡേറ്റ് നിർത്തുക, അറിയാവുന്ന കൊള്ളാവുന്ന കാൻഡിഡേറ്റ് നിർത്തുക, കൊണ്ടുവരിക, മിനിസ്റ്ററാക്കുക, മലപ്പുറം വികസിപ്പിക്കുക. അത് മാത്രമല്ല മൈനോറിറ്റി പോക്കറ്റ്സിനെ പോലും നമ്മൾ വളരെ ഭംഗിയായിട്ട് ശ്രദ്ധിക്കുന്നു എന്നുള്ളൊരു മോഡലാക്കി കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ അവർ കളഞ്ഞു കുളിക്കുകയും ചെയ്തത്. മലപ്പുറത്തുള്ള മുസ്ലിങ്ങളാണ് ഇനി അവരാണ് ആരോടൊപ്പം നിൽക്കണം എന്ന് തീരുമാനിക്കേണ്ടത്. ഭാവിയിൽ അങ്ങനെ ഒരു വളരെ ശുചിതമായിട്ടുള്ളൊരു തീരുമാനം അവരെടുക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. തീർച്ചയായിട്ടും ഈ 60 കഴിഞ്ഞവരോ അല്ലെങ്കിൽ 70 കഴിഞ്ഞവരെയൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് വിശ്വസിക്കേണ്ട. കാര്യം ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ചെയ്ത്. പക്ഷേ യങ്സ്റ്റേഴ്സ് ഞാൻ പറയും 30 ലക്ഷത്തിൽ എങ്ങനെയായാലും ഒരു 20 ലക്ഷം പേര് കാണും, 20-25 ലക്ഷം പേരുണ്ട്. ഇവർ മാറി ചിന്തിച്ചേ പറ്റൂ. ജോലി കിട്ടില്ല. കഴിഞ്ഞ 10 കൊല്ലം മോഡിജി കൊണ്ടുവന്ന പ്രോഗ്രാംസ് കണ്ടാൽ നിങ്ങൾ അന്തം വിട്ടു. പ്രൈം മിനിസ്റ്റേഴ്സ് 15-point പ്രോഗ്രാം ഫോർ മൈനോറിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് വായിച്ചു നോക്കൂ. എല്ലാ കൊല്ലവും 5,000 to 7,000 crores
ഓഫ് റുപ്പീസ് ഫോർ മൈനോറിറ്റി ഡെവലപ്മെൻറ്റ്. ആലോചിക്കണം, നോർമലായിട്ട് വരുന്ന എല്ലാ സ്കീമും ഉണ്ട്, അതിന് പുറമെയാണ് മൈനോറിറ്റി സ്പെഷ്യൽ സ്കീംസ്, സ്കോളർഷിപ്പ് സ്കീംസ്, പിന്നെ എംപ്ലോയ്മെൻറ്റ് സ്കീംസ്, സ്കിൽ ഡെവലപ്മെൻറ്റ് സ്കീംസ്. എത്ര ബെനിഫിറ്റ്സ് വന്നിരിക്കണമെന്നറിയോ? ഇത് മനസ്സിലാക്കാതെ ഈ ഇന്ത്യ ടീം പറഞ്ഞ് 1,00,000 രൂപ ബാക്കി ഇട്ടിരുന്നു ചോദിച്ച് നിങ്ങൾ പോകാതെ, നിങ്ങൾ കുട്ടികളെ എനിക്ക് നിങ്ങൾ ആലോചിക്കൂ. ഞാൻ നിങ്ങൾ മാറാനെന്ന് പറയും, നിങ്ങൾ ആലോചിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കൂ. റിയലൈസ് ദ റിയാലിറ്റീസ് ഓഫ് ഇന്ത്യ, റിയലൈസ് ദ വാല്യൂ ഓഫ് ദ പ്രസൻറ്റ് ഗവേണൻസ്. മോഡിജി ഹിന്ദു ആയിപ്പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷമിക്കേണ്ട ഒരു പോയിന്റ് കൂടെ എനിക്ക് പറയാനുണ്ട്. ഈ 71 മിനിസ്ട്രിയിൽ 5 മൈനോറിറ്റീസ് ഉണ്ട്. നിങ്ങൾക്കറിയോ? നമുക്ക് ഇവിടെ കിട്ടിയ മൈനോറിറ്റീസ് ബെസ്റ്റ് മൈനോറിറ്റി. 40 കൊല്ലം ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട മനുഷ്യനെയാണ് കേരളത്തിൽ നിന്ന് എടുത്തിട്ട് മൈനോറിറ്റി മിനിസ്റ്റർ ആക്കി വെച്ചത്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റി മൊത്തം മോഡിയോട് നിൽക്കുകയായിരുന്നു. ഞാൻ വന്ന പോയിന്റ്, ഈ 71 മന്ത്രിമാരിൽ 5 പേര് മൈനോറിറ്റി മിനിസ്റ്റേഴ്സാണ്. 1 കേരളം കഴിഞ്ഞാൽ 4. ആരാണ് ഈ 4? നീ ബുദ്ധിസ്റ്റായിരിക്കും, വളരെ 0.1 കണക്കുകളുള്ള ബുദ്ധിസ്റ്റായിരിക്കും, അല്ലെങ്കിൽ പാഴ്സി ആയിരിക്കും, അല്ലെങ്കിൽ ജെയിനായിരിക്കും, അല്ലെങ്കിൽ സിഖായിരിക്കും. ഇവരൊക്കെ 2%, 1%, 2.3, ബാക്കിയൊക്കെ 1%, 0.2%, 0.02% ഉള്ള അംഗീകാരം കൊടുത്തു. പക്ഷെ 14.7% 20 കോടിയുള്ള ഇസ്ലാം എന്തോ ദുർവാശി. ഇന്നലെ ഇസ്രയേൽ പറഞ്ഞ പോലെ മറ്റുള്ളവർ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്കും വളരണ്ടേ? ഇതൊരു ഫെർട്ടൈൽ ഫീൽഡ് അല്ലേ? ആലോചിക്കൂ എന്ന് മാത്രമേ എനിക്ക് അവരോട് പറയാനുള്ളൂ. വളരെ നന്ദി മറുപടി പങ്കെടുത്തതിന്.